ഞാൻ ചോദിക്കാൻ പോണ ചോദ്യത്തിനില്ലേ സത്യസന്ധമായിട്ട് മറുപടി പറയണം രണ്ടാളും. ഓക്കെ, നിങ്ങളെ മിസ് ചെയ്തു എന്ന് പറയണം, അതാണ് ടോപ്പിക്. പറഞ്ഞോ. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും അപ്പം ഞാനിപ്പോൾ ഒരാഴ്ചത്തെ ലീവിന് ശേഷം എൻ്റെ ക്ലിനിക്കിലേക്ക് തിരിച്ചെത്തിയിരിക്കുകയാണ്. അപ്പോൾ എന്താ പറയുക, എന്നെ മിസ് ചെയ്തോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമുക്ക് ഇവരോട് പറയാം. മിസ് ചെയ്തോ? നന്നായിട്ട് മിസ് ചെയ്തു. എന്താ വരാത്തത് കൂടെ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ എനിക്കിന്ന് വർത്താനം പറയണമെന്നുണ്ട്, ഒരു ലോഡ് വിളിക്കാൻ കിടക്കുന്നുണ്ട്. പക്ഷെ എനിക്ക് സന്തോഷമുണ്ട്. 4 എൻ്റെ കുട്ടി വാങ്ങിച്ചിട്ട് ഓക്കെ, സന്തോഷം. ഞാനവനെ നല്ല മിസ് ചെയ്തു. വിളിച്ചില്ലേ? അവിടെ 4 പ്രാവശ്യം വിളിച്ചിരിക്കണേ. അനക്കാണല്ലോ തിരക്ക്. ഇനി മിസ് ചെയ്തോ? ഒരാഴ്ചനെ കാണാതിരുന്നിട്ട് നോണ പറഞ്ഞാലോ? അല്ല, നോണ പറയുകയാണെന്നുണ്ടെങ്കിൽ മിസ് ചെയ്തില്ല. ആ സത്യം പറയാം, മിസ് ചെയ്തു. അങ്ങനെ മലയാളത്തിൽ പറയും. ഞാൻ കാണിച്ചുതരാം. നീ എപ്പോഴാന്നൊക്കെ ചോദിക്കും മിസ് ചെയ്തത്. എപ്പോഴാണ് മിസ് ചെയ്ത്? രാജപ്രഭയില് നമ്മൾ ഒരുമിച്ച് വരുമ്പോ കണ്ടില്ലല്ലോ, അല്ലാണ്ട് പ്രത്യേകിച്ച് മിസ്സിംഗ് ഒന്നും ഉണ്ടായില്ല. അതൊരു മിസ്സിംഗ് ആണ്. ആയിക്കോട്ടെ, അങ്കം പത്രേ ഉള്ളൂ, അതാണ് അതിന്റെ അർത്ഥം. മിസ് ചെയ്തില്ലെങ്കിൽ ഇപ്പൊ മിസ് ചെയ്തില്ലേ, പിന്നെ മിസ് ചെയ്യുന്ന സമയമല്ലേ. അപ്പൊ നാളെ ഞാൻ മരിച്ചു പോയാ ഇതിനകത്ത് എനിക്ക് ഉത്തരമില്ല. ക്യാമറമാൻ സുൽത്താനൊക്കെ ഒപ്പം ഞാൻ ഫോണ് വാങ്ങിച്ചാൽ ഞാൻ ചിലവ് തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവർക്ക് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എന്താ വാങ്ങിച്ചതെന്നറിയോ? നല്ല മൈസൂർ പാക്ക്, പിന്നെ ഇത് കോഴിയട, ഇങ്ങനത്തെ ഒരു സമൂസ പോലത്തെ സാധനം, ഇത് ഞാൻ കുറച്ചധികം വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ ഇന്നത്തെ വിശേഷങ്ങൾ. സത്യം പറഞ്ഞാൽ ഇന്ന് രാവിലെ മുതൽ നല്ല തിരക്കായിരുന്നു ക്ലിനിക്കിൽ. ഞാൻ കുറേ ദിവസം കഴിഞ്ഞ് വന്നിട്ട് എനിക്ക് ഒരുപാട് വിശേഷങ്ങൾ ഇവരടുത്ത് പറയാനും ചോദിക്കാനും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഒന്നിനും എനിക്ക് അധികം സമയം കിട്ടിയില്ല. നമുക്ക് ഏകദേശം ഒരു 4 മണി വരെ, ഈവനിങ് 4 മണി വരെയൊക്കെ പേഷ്യൻസ് ഉണ്ടായിരുന്നു. നമ്മൾ ആ ഒരു സമയത്താണ് പിന്നെ ഫുഡ് കഴിച്ചത്. അത്രയും ലേറ്റ് ആയിരുന്നു കേട്ടോ. ഈ ഫുഡ് എന്താ കഴിക്കാൻ നേരം വൈകുന്നതെന്ന് വെച്ചാൽ നമ്മളെല്ലാവരും ഒരുമിച്ചിരുന്ന് എപ്പോഴും ഫുഡ് കഴിക്കാറുള്ളൂ, അതുകൊണ്ടാണ് കേട്ടോ. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോൾ ഒരു ചെറിയ ഗ്യാപ്പ് കിട്ടി. പക്ഷേ ചെറിയ ഗ്യാപ്പ് കിട്ടിയാലും എനിക്ക് ഭയങ്കരമായിട്ട് ഉറക്കം വന്നു. പിന്നെ എന്താ പറയുക, അപ്പോൾ ഞാനിങ്ങനെ ഇതൊക്കെ എടുത്ത് ഇങ്ങനെ സ്മെല്ല് ചെയ്യാണ് ഉറക്കം പോകാൻ. എന്തിനെങ്കിലും ഒരു സർപ്രൈസ് ഉണ്ട്. വെയിറ്റ് ആൻഡ് വാച്ച്. ഭയങ്കര എക്സൈറ്റഡ് അല്ലേ സത്യം പറഞ്ഞാൽ. പൈസക്കാർക്ക് പിന്നെ എന്തോ ആവല്ലോ. ഒരു 3 മണിയൊക്കെ ആയ സമയത്ത് എനിക്ക് മനസ്സിലായി ഈ തിരക്ക് എന്തായാലും പെട്ടെന്ന് തീരാൻ പോകുന്നില്ല. അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് വിശന്നപ്പോൾ ഞാൻ എന്താ പറയുക, ഒരു റോബസ്റ്റ് എടുത്ത് കഴിക്കുകയാണ്. ഞാൻ പഴം, അതുപോലെ തന്നെ റോബസ്റ്റ്, ഇതൊക്കെ വാങ്ങിച്ചിട്ട് എപ്പോഴും എൻ്റെ ബാഗിലുണ്ടാവും രാവിലെ, അല്ലെങ്കിൽ ഈ ജോലിയുടെ ഇടയിൽ എപ്പോഴെങ്കിലുമൊക്കെ എനിക്ക് വിശക്കുകയാണെങ്കിൽ എടുത്ത് കഴിക്കാൻ വേണ്ടി. അതുപോലെ പീനട്ട്സ്, അതുപോലെ ആൽമണ്ട്സ്, ഇതൊക്കെ ഞാൻ എപ്പോഴും വാങ്ങി ഇങ്ങനെ ബാഗിലെടുത്ത് വയ്ക്കാറുണ്ട് കേട്ടോ. ഇതുപോലെ വിശക്കുന്ന സമയത്ത് എടുത്ത് കഴിക്കാൻ വേണ്ടിയിട്ടാണ്. വിളിച്ചാൽ മതിയായിരുന്നു. അപ്പൊ പേഷ്യന്റ് എല്ലാവർക്കും ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു. ഇന്നലെ ആയിരുന്നു ശരിക്കും ഡോക്ടറുടെ ബർത്ത്ഡേ. പക്ഷേ നമ്മളെല്ലാവരും ഉള്ള ദിവസം സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇന്നത്തേക്ക് മാറ്റിയത്. അങ്ങനെ നമ്മൾ രാവിലെ തന്നെ ഒരു ഹോം ബേക്കറിൻ്റെ അടുത്ത് നിന്ന് നമുക്ക് അറിയുന്ന ആൾ തന്നെയാണ് കേട്ടോ, നല്ല അടിപൊളിയായിട്ട് കേക്ക് ഉണ്ടാക്കും. അപ്പോൾ ഒരിടത്തു നിന്ന് ഒരു കേക്ക് ഓർഡർ ചെയ്തിട്ട് എന്താ പറയുക, സർപ്രൈസ് ആയിട്ട് ഡോക്ടർക്ക് കൊടുത്തിരിക്കുകയാണ് കേട്ടോ. അതാണ് ഇപ്പോൾ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞാനൊരു ഷുഗർ കട്ടിലാണെങ്കിൽ കൂടെ വളരെ കുഞ്ഞു പീസ് ഞാനിന്ന് കഴിച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു. കാരണം എനിക്ക് ഇവരുടെ ഈ ഒരു കേക്ക് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഇന്ന് ലേറ്റായിട്ടാണ് ഫുഡ് കഴിച്ചെങ്കിലും എനിക്ക് ഭയങ്കര വിശപ്പായിരുന്നു കേട്ടോ, ഒരു 5 മണിയാവുന്ന സമയത്ത്. അപ്പോൾ ഞാൻ എന്താ ഒരു വിത്തൗട്ട് ചായ വാങ്ങിയിട്ടുണ്ട്. നല്ല ക്ഷീണവും തോന്നിയിട്ടോ, അതുകൊണ്ടാണ്. അപ്പോൾ അത് കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ ഏകദേശം എനിക്ക് ഇറങ്ങാനുള്ള സമയമായിട്ടോ. അപ്പോൾ ഞാൻ ഇതിൻ്റെ വൈൻഡപ്പ് വീഡിയോ ഒക്കെ ഓൾറെഡി ക്ലിനിക്കിൽ നിന്ന് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങളത് പോയിട്ട് കണ്ടിട്ട് വരൂ. ഇത് ഞാൻ എന്തായാലും ഇറങ്ങി വീട്ടിലേക്ക് നടക്കുന്ന സമയത്ത് എടുത്താണ് കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുകയാണ്.
ഇഷ്ടപ്പെട്ട എന്താ ചെയ്യേണ്ടതെന്ന് അറിയാമല്ലോ. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ആൻഡ് ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്യുക. എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഇതുപോലത്തെ വേറൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും